ആദ്യമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളി ബന്ധുക്കൾക്കും ഉജ്ജയിൻ മലയാളി അസോസിയേഷന്റെയും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഓണാശംസകൾ നേരുന്നു. ഓണക്കാലം മലയാളികൾക്ക് ഉത്സവത്തിന്റെയും ആഘോഷങ്ങളുടെയും സന്തോഷം പകരുന്ന അവസരമാണല്ലോ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുകയാണ്. മാവേലിയെ വരവേൽക്കാനും ആ നല്ല നാളിന്റെ ഓർമ്മകൾ പുതുക്കാനും കേരള മക്കളായ ഉജ്ജയിൻ മലയാളികളും ഒട്ടും പിന്നിലല്ല. എന്താണ് ഓണം നമുക്ക് നൽകുന്ന സന്ദേശം? കളവും ചതിയും ഇല്ലാതിരുന്ന കേരള മക്കളുടെ സുവർണ കാലത്തെ നാം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. പൊതുവെ മലയാളികളെപ്പറ്റി പറയുമ്പോൾ സത്യസന്ധരും പൊതുജീവിതത്തിലും കുടുംബജീവിതത്തിലും നല്ല പരിശ്രമികളുമായുള്ള ചിത്രമാണ് അന്യ ആൾക്കാരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി ഉദിക്കുന്നത്. ഈ ചിത്രം തന്നെ നാം മാവേലിയുടെ നാട്ടിൽ നിന്ന് ഉള്ളവരാണെന്നുള്ളതിനെ പ്രകടിപ്പിക്കുകയാണ്. ഉജ്ജയിൻ തന്നെ നോക്കിയാൽ ഏതൊരു തുറയിലും മലയാളികൾ മുൻപന്തിയിലാണ്. ബഹുമാനപ്പെട്ട കളക്ടർ ഡോക്ടർ എം ഗീത, പുതുതായി നമ്മളൊപ്പം വന്നെത്തിയ ശ്രീ സതീഷ് IPS, ഉജ്ജയിൻ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ വടക്കേൽ, ഇവിടുത്തെ പ്രമുഖമായ സ്കൂൾ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകർ, ആശുപത്രികൾ, അതിൽ സേവനമനുഷ്ഠിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫ്, ആതുരസേവനം അനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകൾ, ഫാദേഴ്സ്, വിവിധ ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിക്കുന്ന ഓഫീസേഴ്സ്, സ്റ്റാഫ് തുടങ്ങി സിറ്റിയിലെ പേരുകെട്ട ഇൻഡസ്ട്രിയലിസ്റ്റ്, ബിസിനസ് പേഴ്സൺസ്, മെക്കാനിക്കൽ തുടങ്ങി ഡ്രൈവർ വരെ മലയാളികളാണ്. മലയാളികൾ ഉജ്ജയിന്റെ അഭിന്ന അംഗങ്ങളായി മാറിയിരിക്കുകയാണ്. മലയാളികൾ ഇല്ലാത്ത ഉജ്ജയിനെ സങ്കല്പിക്കാൻ കൂടെ എനിക്ക് വിഷമമാണ്. മാവേലിയുടെ നാടിന്റെ മഹിമയും പ്രതാപവും ഈ ഓണക്കാലത്ത് നാം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഓണം 2010 ആഘോഷങ്ങളുമായി നടത്തപ്പെടുന്ന ഈ കൾച്ചറൽ പ്രോഗ്രാമിലും തുടർന്നുള്ള ഓണസദ്യയിലും പങ്കുകൊള്ളാനായി ഞാൻ എല്ലാ മലയാളി സുഹൃത്തുക്കളെയും ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്.